വിശദമായ വാർത്തകളിലേക്ക്. ഇറാനിൽ യാത്രാ വിമാനം തകർന്നു വീണ് 66 മരണം. ടെഹ്റാനിൽ നിന്ന് യാസൂജിലേക്ക് യാത്രക്കിടെയാണ് അപകടം. ഇസ്ഹറാം പ്രവിശ്യയ്ക്കു തെക്ക് ഭാഗത്ത് ടീന പർവ്വത മേഖലയിലാണ് വിമാനം തകർന്നത്. പർവ്വതമേഖലയിലെ പുൽമേട്ടിൽ അടിയന്തര ലാൻഡിംഗ് ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പർവ്വത മേഖലയായതിനാൽ രക്ഷാപ്രവർത്തനത്തിന് സാവധാനമാണ് നടക്കുന്നതെന്ന് ഇറാൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ആസിമൻ എയർലൈൻസിന്റേതാണ് വിമാനം. 20 വർഷത്തിലേറെ പഴക്കമുള്ള വിമാനമാണ് തകർന്നു വീണത്. ത്രിപുര തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പുരോഗമിക്കുന്നു. വോട്ടിംഗിനായി നഗരപ്രദേശങ്ങളിൽ നീണ്ട നിര. അഴിമതി വിരുദ്ധ മുഖമുള്ള മാണിക് സർക്കാർ തന്നെ അധികാരത്തിലെത്തും കുട്ടികളെ കൂട്ടിപ്പിടിച്ച് വിജയിക്കാനാണ് ബിജെപിയുടെ ശ്രമം. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സുരക്ഷാ പാസ്വേഡുകൾ നീരവ് മോദിക്ക് അറിയാമായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. കമ്മീഷൻ കൈപ്പറ്റി നീരവിന് പാസ്വേഡുകൾ ചോർത്തി നൽകിയത് ബാങ്ക് ഉദ്യോഗസ്ഥരാണെന്നും റിപ്പോർട്ടുകൾ. നീരവിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. അതേസമയം തട്ടിപ്പിൽ മിണ്ടാട്ടമില്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ഒരു വർഷ കാലയളവിനുള്ളിൽ 17,632 കോടി രൂപയുടെ തട്ടിപ്പാണ് നീരവ് മോദിയും മേഘൽ ചോക്സിയും ഇവരുടെ സ്ഥാപനവും വിദേശത്തുള്ള ഇന്ത്യൻ ബാങ്കുകളുടെ ശാഖയിൽ നിന്നും തട്ടിയെടുത്തത്. ഇതിനായി പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ബാധ്യതാപത്രമാണ് ഇവർ ഉപയോഗിച്ചത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അലഹാബാദ് ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നീ ബാങ്കുകളുടെ വിദേശത്തുള്ള ശാഖയിൽ നിന്നാണ് പണം തട്ടിയത്. അനധികൃതമായി നേടിയ 151 ബാധ്യതാപത്രം നീരവ് മോദി തട്ടിപ്പിനായി പ്രയോജനപ്പെടുത്തിയെന്ന് CBI രജിസ്റ്റർ ചെയ്ത പുതിയ FIR-ൽ പറയുന്നു. ഇതോടെ മുൻ സർക്കാരിന്റെ കാലത്താണ് തട്ടിപ്പ് നടത്തിയെന്ന കേന്ദ്രമന്ത്രിമാരുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമായി. ആകെ 293 ബാധ്യതാപത്രത്തിലായി 11,800 കോടി രൂപയുടെ തട്ടിപ്പ് സംബന്ധിച്ച് CBI FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അമ്പരപ്പിക്കുന്ന വെട്ടിപ്പാണ് നടന്നതെന്ന് അന്വേഷണം മുന്നോട്ട് പോകുന്തോറും വ്യക്തമാകുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു. അതിനിടെ തട്ടിപ്പിന് സഹായം ചെയ്ത 3 പേരെ CBI അറസ്റ്റ് ചെയ്തു. PNB മുൻ ഡെപ്യൂട്ടി മാനേജർ ഗോകുൽനാഥ് ഷെട്ടി, വിദേശ ഇടപാടുകൾ കൈകാര്യം ചെയ്ത ജീവനക്കാരൻ മനോജ് ഹനുമത്, നീരവ് മോദി ഗ്രൂപ്പ് കമ്പനികളുടെ ബാങ്ക് ഇടപാടുകളുടെ ചുമതലക്കാരനായ ഹേമന്ത് ഭട്ട് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ മുംബൈ CBI പ്രത്യേക കോടതി മാർച്ച് 3 വരെ റിമാൻഡ് ചെയ്തു. കൃത്രിമ പാസ്വേഡ് ഉപയോഗിച്ച് സെർവറിനുള്ളിൽ പ്രവേശിച്ചാണ് ഇവർ ബാധ്യതാപത്രം കൈക്കലാക്കിയത്. ന്യൂസ് ഡെസ്ക്. റെയിൽവേ പരീക്ഷയിൽ നിന്ന് മലയാളം ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തം. മറ്റ് പ്രാദേശിക ഭാഷകൾ നിലനിർത്തി മലയാളത്തെ ഒഴിവാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് MP രാജേഷ് MP റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി തസ്തികയിൽ നിന്നാണ് ഐച്ഛിക ഭാഷയായ മലയാളത്തെ ഒഴിവാക്കിയത്. മറ്റ് പ്രാദേശിക ഭാഷകളെല്ലാം നിലനിർത്തി മലയാളത്തെ മാത്രം ഒഴിവാക്കിയത് കേരളത്തിനോടുള്ള കടുത്ത വിവേചനമായിട്ടാണ് കരുതുന്നത്. കേരളത്തിലെ തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികളെ സമ്മർദ്ദത്തിലാക്കുന്ന റെയിൽവേയുടെ ഈ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് കേരളത്തിലെങ്ങും ഉയരുന്നത്. വിവാദപരമായ റെയിൽവേയുടെ ഈ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് MP രാജേഷ് MP കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിന് കത്തയച്ചു. റെയിൽവേ കാണിക്കുന്ന വിവേചനപരമായ ഈ തീരുമാനം കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല. കേരളത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഈ നടപടി തൊഴിൽ നേടാനുള്ള ജനങ്ങളുടെ അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. നടപടി ഉടനടി പിൻവലിക്കണമെന്നും കത്തിൽ പറയുന്നു. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും MP രാജേഷ് MP കത്തിൽ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്. കൊച്ചിയിൽ നിന്നും MDMA പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. MDMA ബാഗ് നിറച്ചിരുന്നത് കേരളത്തിലെന്ന് വിവരം ലഭിച്ചു. ബാഗ് നിറയ്ക്കാനായി തമിഴ്നാട് സ്വദേശികളെ കേരളത്തിലെത്തിക്കുന്നു. ബാഗ് നിറയ്ക്കുന്നതിന് 50,000 രൂപയാണ് പ്രതിഫലമായി നൽകുന്നത്. കഴിഞ്ഞ ദിവസം പിടിയിലായവരെ ചോദ്യം ചെയ്തപ്പോഴാണ് എക്സൈസിന് ഈ വിവരങ്ങൾ ലഭിച്ചത്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കുവൈറ്റിലേക്ക് 30 കോടി രൂപയുടെ MDMA കടത്താൻ ശ്രമിച്ച പാലക്കാട് സ്വദേശികളായ അബ്ദുൾ സലാം, ഫൈസൽ എന്നിവരിൽ നിന്നാണ് പുതിയ വിവരങ്ങൾ ലഭിച്ചത്. MDMA ബാഗിൽ നിറച്ചിരുന്നത് പ്രധാനമായും കേരളത്തിൽ വെച്ചാണെന്നാണ് ഇവരുടെ വെളിപ്പെടുത്തൽ. ബാഗ് നിറയ്ക്കാനായി തമിഴ്നാട് സ്വദേശികളെ കേരളത്തിലെത്തിക്കുമായിരുന്നു. ഇത്തരത്തിൽ നിറയ്ക്കുന്നതിന് 50,000 രൂപ പ്രതിഫലം നൽകിയിരുന്നുവെന്നും ചോദ്യം ചെയ്യവേ പ്രതികൾ വെളിപ്പെടുത്തി. മയക്കുമരുന്ന് കടത്തിനായി പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നതായി വ്യക്തമായിട്ടുണ്ട്. കൊച്ചി സ്വദേശിയായ ഒരാളാണ് വിദേശത്തിരുന്ന്
ഇടപാടുകൾ നിയന്ത്രിക്കുന്നതെന്നും എക്സൈസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തൊഴിൽ തേടി ഗൾഫിലേക്ക് പോകുന്ന പാവപ്പെട്ടവരെ മയക്കുമരുന്ന് വാഹകരായി സംഘം ഉപയോഗിക്കുന്നുവെന്നും സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. MDMA പാക്കറ്റിലാക്കി ഇവരുടെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചാണ് വിദേശത്തേക്ക് കടത്തുന്നത്. തങ്ങളുടെ കയ്യിൽ മയക്കുമരുന്നാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു. ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തവെ ഒരാളെ ദുബായിൽ വെച്ച് പിടികൂടിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഡൽഹി, ചെന്നൈ വഴി വിവിധ ഇടനിലക്കാരുടെ സഹായത്തോടെയാണ് മെഥിലീൻ ഡയോക്സി മെഥാംഫെറ്റമൈൻ എന്നറിയപ്പെടുന്ന ലഹരി വസ്തു പാലക്കാട് എത്തിച്ചത്. 30 കോടി രൂപ വില വരുന്ന 5 കിലോഗ്രാം MDMA ചെറിയ പാക്കറ്റുകളിലാക്കി ട്രോളി ബാഗിന്റെ ഫ്ലാപ്പിൽ ഒളിപ്പിച്ച് കുവൈറ്റിലേക്ക് കടത്താനായിരുന്നു നീക്കം. രഹസ്യ വിവരത്തെ തുടർന്ന് പാലക്കാട് നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേ കഴിഞ്ഞ ദിവസം അത്താണിയിൽ വെച്ച് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ലഹരിമരുന്നുകളുമായി വന്ന വാഹനവും പ്രതികളെയും പിടികൂടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. KSU ആലപ്പുഴ നഗരത്തിൽ നടത്തിയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ദീർഘദൂര വാഹനങ്ങളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി ആക്രമണങ്ങളെക്കുറിച്ച് പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. KSU പ്രവർത്തകർ ആലപ്പുഴ നഗരത്തിൽ നടത്തിയ അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് CPM ആലപ്പുഴ നഗരത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരമായിരുന്നു. KSU നടത്തിയ പ്രകടനത്തിനിടയിലായിരുന്നു പാർട്ടി ഓഫീസുകൾക്ക് നേരെയും കൊടിതോരണങ്ങളും കൊടിമരവും KSU പ്രവർത്തകർ നശിപ്പിച്ചത്. ഇതിനിടയിൽ CPM പാർട്ടി ഓഫീസിന് നേരെയും കല്ലേറുണ്ടായി. 2 പോലീസുകാർക്കാണ് കല്ലേറിൽ പരിക്കേറ്റത്. സംഭവത്തെക്കുറിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി S. സുരേന്ദ്രൻ പറഞ്ഞു. ഇന്നിപ്പോൾ പോലീസിനെ ആക്രമിച്ചതിന് ഒരു കേസും അല്ലാതെ കുട്ടം കൂടി ഈ ബഹളം വച്ചതിന് ഒരു കേസും കൂടിയാണ് എടുത്തിട്ടുള്ളത്. മറ്റല്ലാതെ ഇവിടെ കൊടിതോരണങ്ങൾ പോയെന്നും ബസ്സിന് കല്ലെറിയെന്നും പറഞ്ഞ സംഭവങ്ങൾ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടീമായിട്ട് നേതൃത്വത്തിന് 2 ടീം, അപ്പോൾ 2 ടീമായിട്ട് 2 വിഭാഗത്തിൽപ്പെട്ട 2 ടീമായിട്ട് അത് അറസ്റ്റ് ചെയ്യുന്നതിന്, ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ തന്നെ 2 പേരും അത് നടത്തുന്നതിന്, അതിൻ്റെ പലയിടത്തും തന്നെ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അനലൈസ് ചെയ്യുന്നു, അല്ലാതെ തന്നെ നോക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ അതിനൊരു ഇൻവെസ്റ്റിഗേഷൻ ടീം 2 ടീമായിട്ട് നടക്കുന്നുണ്ട്. അത് പോയിട്ടുണ്ട്. അവർ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവർ മുഴുവൻ യഥാർത്ഥ പ്രതികളെ തന്നെ അറസ്റ്റ് ചെയ്യും, ആരാണെന്ന് വെച്ചാൽ. CPMനെതിരെ KSU നടത്തിയ അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. KSU സംസ്ഥാന സംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമരകാഹള പരിപാടിയുടെ പേരിലായിരുന്നു നഗരത്തിൽ KSU പ്രവർത്തകർ അഴിഞ്ഞാടിയത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പീപ്പിൾ ബ്രേക്കിംഗ് VT ബൽറാമിന്റെ ഹൈടെക് അംഗൻവാടിക്കെതിരെയും വിജിലൻസ് അന്വേഷണം. പിലാക്കാട്ടിരിയിലെ അംഗൻവാടി നിർമ്മാണത്തിലും ക്രമക്കേടെന്ന് പരാതി. MLA ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസമാകുമ്പോഴേക്കും കെട്ടിടത്തിൽ ചോർച്ചയുണ്ടായി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വിജിലൻസ് സംഘം അന്വേഷണം നടത്തുകയാണ്. തൃത്താല മണ്ഡലത്തിലെ നാഗലശ്ശേരി പഞ്ചായത്തിൽ പിലാക്കാട്ടിരിയിലാണ് ഹൈടെക് അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത്. MLA ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണ പ്രവർത്തനം. ശീതീകരിച്ച മുറിയടക്കമുള്ള മാതൃകാ അംഗൻവാടി പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ ചോർന്നൊലിക്കാൻ തുടങ്ങി. മഴക്കാലത്ത് കുട്ടികൾ പഠിച്ചിരുന്ന മുറിയിൽ വെള്ളം തലംകെട്ടി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. മേൽക്കൂരയിലൂടെ മാത്രമല്ല ചുമരുകളിലൂടെയും വെള്ളം ചോർന്നൊലിക്കാൻ തുടങ്ങി. കുട്ടികൾക്ക് അംഗൻവാടിയിലിരുന്ന് പഠിക്കാൻ പറ്റാതായ സാഹചര്യത്തിലാണ് നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയത്. അംഗൻവാടി നിർമ്മാണത്തിലും വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. ഉദ്ഘാടനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ പെയ്ത മഴയിൽ ആ മഴയിൽ ഈ കെട്ടിടം ആകെ ചോർന്നൊലിക്കുകയും കെട്ടിടത്തിലെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളിവിടെ വന്നു നോക്കി. അതിൻ്റെ മുകളിലാണ് നമ്മൾ പരാതി കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ചെയ്തത്. പരാതിയെ തുടർന്ന് വിജിലൻസ് സംഘം അംഗൻവാടിയിലെത്തി പരിശോധന നടത്തി. വിജിലൻസ് പാലക്കാട് യൂണിറ്റിലെ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം തൃത്താലയിൽ നിന്നും PV കുട്ടൻ. നിരക്ക് വർധനവ് ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന സ്വകാര്യ ബസ് ഉടമസ്ഥരുമായി ഗതാഗത മന്ത്രി ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് ചർച്ച നടക്കുക. ഇനിയും ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ബസ് ഉടമസ്ഥരുടെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ചർച്ച നടക്കുന്നത്. പീപ്പിൾ ഫോളോ അപ്പ്. എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്താൻ കൃത്യമായ മാനദണ്ഡമില്ലാത്തതാണ് കേന്ദ്രം സംസ്ഥാനത്തിനെതിരെ ഉന്നയിക്കുന്നത്. എന്നാൽ 5 ഘട്ടങ്ങളിലായുള്ള പരിശോധനാ സംവിധാനമാണ് സംസ്ഥാനം ഇതിനായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേരള ഹൈക്കോടതിയും സംസ്ഥാന വിജിലൻസും ക്ലീൻ ചിറ്റ് നൽകിയ മാനദണ്ഡമാണ് കേന്ദ്രം ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. 2013 സംസ്ഥാന സർക്കാർ ശാസ്ത്രീയമായ മാനദണ്ഡം എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്താൻ വേണ്ടി രൂപീകരിച്ചത്. 5 ഘട്ടങ്ങളിലായുള്ള പരിശോധനാ സംവിധാനമാണ് ഇതിലുള്ളത്. ആദ്യഘട്ടത്തിൽ ദുരിതബാധിതരായവർ സമീപത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പോയി പരിശോധന നടത്തണം. അടുത്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അടങ്ങുന്ന സംഘം ഇവരെ പരിശോധിച്ച് 11 ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റും. മൂന്നാമതായി മെഡിക്കൽ കോളേജിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഇവർക്കായി ക്യാമ്പ് നടത്തി പരിശോധിക്കും.
4ാം ഘട്ടത്തിൽ ICDS സൂപ്പർവൈസർമാർ ഇവരുടെ സർവേ നടത്തി കാര്യങ്ങൾ അന്വേഷിക്കും. അവസാന ഘട്ടത്തിൽ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ അടങ്ങുന്ന സംഘം പട്ടിക പരിശോധിച്ച് അംഗീകാരം നൽകും. എന്നാൽ ഇതിനെയാണ് കൃത്യമായ മാനദണ്ഡമല്ല എന്ന് കേന്ദ്രം വിമർശിക്കുന്നത്. എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ ശാസ്ത്രീയ അടിത്തറ തകർക്കുന്ന നിലപാടാണിതെന്നാണ് സംസ്ഥാനത്തിന്റെ വിലയിരുത്തൽ. സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും എൻഡോസൾഫാൻ നോഡൽ ഓഫീസറുമായിരുന്ന ഡോക്ടർ അഷീൽ, ഇവിടുത്തെ കാസർഗോഡ് ഇഷ്യൂ മാത്രമല്ല ലോകത്ത് പല ഇഷ്യൂ പരിഗണിച്ചുകൊണ്ടാണ് ബാൻ ചെയ്ത്. അതിൻ്റെ ശാസ്ത്രീയ അടിത്തറയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആ പരിശ്രമങ്ങൾ ഫലത്തിൽ ഗുണം ചെയ്യുക എൻഡോസൾഫാൻ കമ്പനികളെ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കൂടെ നിന്ന് പോരാടുന്ന സമയത്ത് അതിനോട് ശാസ്ത്രീയമായ അടിത്തറ അതിന് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ആ ക്രൈറ്റീരിയയുടെ ഒരു പ്രധാന റെലവൻസ്. 2015 ഹൈക്കോടതി വിധിയും 2017 സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻസ് ബ്യൂറോയും സംസ്ഥാന സർക്കാരിന്റെ മാനദണ്ഡമാണ് കൃത്യമായതെന്നും ഇത് തന്നെ തുടരണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഈ മാനദണ്ഡപ്രകാരമുള്ള പരിശോധനയിൽ ഇതുവരെയായി 287 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 100 പേരുടെ പരിശോധന പുരോഗമിക്കുന്നു. പട്ടികയിൽ അനർഹരെ ഉൾപ്പെടുത്തി നഷ്ടപരിഹാരം കമ്പനിയിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയെടുക്കാനുള്ള സുപ്രീംകോടതി വിധി അപ്രായോഗികമാക്കാനാണ് പുതിയ നീക്കങ്ങളെന്നാണ് സൂചന. എസ് ഷീജ, തിരുവനന്തപുരം. മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അഴീക്കോടൻ രാഘവന്റെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിൽ CPIM സംസ്ഥാന സമ്മേളനം എത്തുമ്പോൾ നഗരം രക്തസാക്ഷി സ്മരണകളാൽ ഇരമ്പും. 577 രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നാണ് സമ്മേളന നഗരിയിൽ ജ്വലിപ്പിക്കാനുള്ള ദീപശിഖകൾ എത്തുന്നത്. 1/4 ലക്ഷം പേരുടെ ചുവപ്പ് സേനാ മാർച്ചും 2 ലക്ഷം പേർ അണിനിരക്കുന്ന പൊതുസമ്മേളനവുമാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്നത്. CPIM-നെതിരെ നടക്കുന്ന കള്ളപ്രചരണങ്ങൾക്ക് മറുപടിയെന്നോണമാണ് സംസ്ഥാനത്തെ 577 രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്ന് ചരിത്രത്തിലിടം നേടുന്ന ദീപശിഖ പ്രയാണത്തിന് തുടക്കം കുറിച്ചത്. ദീപശിഖ, പതാക, കൊടിമര ജാഥകൾ 21 വൈകിട്ട് പൊതുസമ്മേളന വേദിയായ തേക്കിൻകാട് മൈതാനിയിലെ KK മാമക്കുട്ടി നഗറിൽ ഒത്തുചേരുന്നതോടെ സ്വാഗത സംഘം ചെയർമാൻ ബേബി ജോൺ പതാക ഉയർത്തും. പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനാണ് ദീപശിഖ തെളിയിക്കുന്നത്. പ്രതിനിധി സമ്മേളന വേദിയിൽ VS അച്യുതാനന്ദൻ പതാക ഉയർത്തും. പതാക ഉയർത്തുകയും രക്തസാക്ഷി സ്മരണ ഉയർത്തുന്ന ദീപശിഖ തെളിക്കുകയും ചെയ്യുന്ന ചടങ്ങോടുകൂടി ഒരർത്ഥത്തിൽ സമ്മേളന നടപടികൾ ആരംഭിക്കുക. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, PB അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, S രാമചന്ദ്രൻ പിള്ള, AK പത്മനാഭൻ, കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകും. ഫെബ്രുവരി 22 മുതൽ 25 വരെ നടക്കുന്ന സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 475 പ്രതിനിധികളും 87 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 4 ക്ഷണിതാക്കളും ഉൾപ്പെടെ 566 പ്രതിനിധികളാണ് പങ്കെടുക്കുക. 16 നിരീക്ഷകരും സമ്മേളനത്തിന്റെ ഭാഗമാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. CPIM സംസ്ഥാന സമ്മേളന നഗറിൽ ഉയർത്താനുള്ള പതാക ജാഥ കയ്യൂരിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു. അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികളുടെ സ്മാരകത്തിൽ നിന്ന് പ്രയാണം ആരംഭിച്ച പതാക ജാഥ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും MLA-യുമായ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തി ഇന്ന് വൈകുന്നേരം ജാഥ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കും. CPIM സംസ്ഥാന സെക്രട്ടറി അംഗം MV ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിലുള്ള പതാക ജാഥയും സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് MLA-യുടെ നേതൃത്വത്തിലുള്ള ദീപശിഖ പ്രയാണവും ഇന്ന് കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. കണ്ണൂർ കാസർഗോഡ് അതിർത്തിയായ കാലിക്കടലിൽ വെച്ച് നേതാക്കൾ ജാഥകളെ ആവേശപൂർവ്വം കണ്ണൂരിലേക്ക് വരവേറ്റു. ജില്ലയിലെ 167 രക്തസാക്ഷി സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖ പ്രയാണങ്ങൾ മുഖ്യ ജാഥയോടൊപ്പം ചേരും. 1940 സെപ്റ്റംബർ 15 തലശ്ശേരി ജവഹർഘട്ടിൽ ബ്രിട്ടീഷ് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച അബുവും ചാത്തുകുട്ടിയും മുതൽ 2016 ഒക്ടോബർ 10 RSS ക്രിമിനലുകൾ വടിവാളിനിരയാക്കിയ പാതിരിയാട് വാളാങ്കിച്ചാലിലെ K മോഹൻ വരെയുള്ള രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നാണ് ദീപശിഖ പ്രയാണങ്ങൾ ആരംഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദീപശിഖകൾ കൊണ്ടുപോകുന്നതും കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. CPIM 22ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള തെക്കൻ മേഖല ദീപശിഖ റാലി ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചു. V ശിവൻകുട്ടി ക്യാപ്റ്റനായുള്ള ജാഥയ്ക്ക് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ, മന്ത്രി G സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ചേർന്ന് സ്വീകരണം നൽകി. ആലപ്പുഴയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ നാളെ എറണാകുളം ജില്ലയിൽ പ്രവേശിക്കും. ഫെബ്രുവരി 22 മുതൽ 25 വരെ തൃശൂരിൽ വെച്ച് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളന നഗറിൽ ഉയർത്താനുള്ള ദീപശിഖ റാലിയാണ് ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചത്.
51 രക്തസാക്ഷികളുടെ സ്മൃതി കുടീരത്തിൽ നിന്നാണ് ജില്ലയിലെ ദീപശിഖാ പ്രയാണം നടക്കുക. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നുള്ള 74 ദീപശിഖകളാണ് ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ ജില്ലാ അതിർത്തിയായ ഓച്ചിറയിൽ നിന്നും ഇന്നലെ വൈകിട്ട് ഏറ്റുവാങ്ങിയത്. ജില്ലാ കമ്മിറ്റി അംഗം അലിയാരുടെ നേതൃത്വത്തിൽ കായംകുളത്ത് ദീപശിഖ എത്തിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ ജി സുധാകരൻ, CK സദാശിവൻ, CS സുജാത തുടങ്ങി ജില്ലയിലെ പ്രമുഖ നേതാക്കളും ദീപശിഖ ഏറ്റുവാങ്ങാനെത്തി. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന റാലിക്ക് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ബഹുജനങ്ങളും പ്രവർത്തകരും അഭിവാദ്യമർപ്പിക്കും. ഇരുചക്ര വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് ദീപശിഖാ പ്രയാണം നടക്കുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി വലിയ ചുടുകാട്ടിൽ ദീപശിഖാ പ്രയാണങ്ങൾ സംഗമിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച രാവിലെ വലിയ ചുടുകാട്ടിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖാ റാലി ജില്ലാ അതിർത്തിയായ അരൂരിൽ വെച്ച് എറണാകുളം ജില്ലയ്ക്ക് കൈമാറും. സമ്മേളന നഗറിൽ സ്ഥാപിക്കാനുള്ള കൊടിമര ജാഥ തിങ്കളാഴ്ച രാവിലെ 11-ന് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ജി സുധാകരൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം ആനത്തലവട്ടം ആനന്ദനാണ് കൊടിമര ജാഥ നയിക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ കാഴ്ചക്കാരെ മുൾമുനയിൽ നിർത്തി കുട്ടികളുടെ അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറി. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് കരാട്ടെ, കളരി, ജൂഡോ പ്രദർശനം നടന്നത്. 2, 3, 4, 5, 6, 7. വ്യക്തിത്വ വികസനത്തിന്റെ ഭാഗമായും സ്ത്രീ സുരക്ഷയ്ക്കും സ്വയം പ്രതിരോധത്തെക്കുറിച്ചുള്ള അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് കളരി, കരാട്ടെ, ജൂഡോ പ്രദർശനം നടന്നത്. അഞ്ച് വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവരാണ് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത്. മെയ്വഴക്കം പ്രകടമാക്കുന്ന ഇനങ്ങൾക്കൊപ്പം സാഹസികതയിലും കൊച്ചുമിടക്കന്മാരും മിടുക്കികളും മികവ് പുലർത്തി. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിൽ നടന്ന പരിപാടി കാണാൻ നൂറുകണക്കിന് പേരാണ് തടിച്ചുകൂടിയത്. നമ്മൾ അന്യം നിന്ന് പോകുന്ന കായിക വിനോദങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തി. അതോടൊപ്പം തന്നെ നമ്മൾ മാർഷൽ ആർട്സിന്റെ ഒരു പ്രദർശനം കൂടി നടത്താൻ വേണ്ടിയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി 1 മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കലാകായിക സംഗമങ്ങളാണ് സംഘാടക സമിതി ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട്ടെ NH അൻവാർ നഗറിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനം നാളെ വൈകിട്ട് സമാപിക്കും. പുതിയ വെല്ലുവിളികളും മത്സരങ്ങളും നേരിടുന്നതിനുള്ള കർമ്മ പരിപാടികൾക്ക് സംസ്ഥാന സമ്മേളനം രൂപം നൽകും. മുൻ പ്രസിഡന്റ് NH അൻവറിന്റെ നാമധേയത്തിലുള്ള കാഞ്ഞങ്ങാട്ടെ സമ്മേളന ഹാളിലാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 11ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ചേരുന്നത്. ഇന്നു രാവിലെ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പലപ്പോഴും വ്യാജ വാർത്തകളാണ് സൃഷ്ടിക്കുന്നതെന്ന് M രാജഗോപാലൻ MLA ചൂണ്ടിക്കാട്ടി. മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വ്യാജ വാർത്ത നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. രാഷ്ട്രീയം പറയുകയാണ്. ഇടതുപക്ഷ പുരോഗമന സ്വഭാവമുള്ള ഇടപെടലുകൾ ശക്തിയാർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെയെല്ലാം ഒരു പ്രത്യേക ദുഷ്ടലാക്കോടുകൂടി, പ്രത്യേക ഒരു കച്ചവട കണ്ണോടുകൂടി, ഒരു മഞ്ഞ കണ്ണട വെച്ചുകൊണ്ട് അതിനെ വീക്ഷിക്കുകയും അതിൽ നിന്ന് വ്യത്യസ്തമായി അവരവർക്ക് അവരുടെ വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ചെറിയ ചെറിയ വാർത്തകൾ പോലും പർവ്വതീകരിച്ച് അതിന് ജനവിരുദ്ധതയുടെയും മനുഷ്യത്വ വിരുദ്ധതയുടെയും എല്ലാം തന്നെ മുഖമുണ്ടെങ്കിലും അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് പ്രകീർത്തിക്കുന്ന സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ വെല്ലുവിളികളെയും മത്സരങ്ങളെയും അതിജീവിക്കുന്നതിന് കേബിൾ TV ഓപ്പറേറ്റർമാരെ പ്രാപ്തരാക്കുന്നതിനുള്ള കർമ്മപരിപാടികൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് COA പ്രസിഡന്റ് K വിജയകൃഷ്ണൻ പറഞ്ഞു. ഈ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വലിയ കമ്പനികൾ വരുന്നു, വലിയ മത്സരത്തെ നേരിടുന്നു. ആ മത്സരത്തെ നേരിടാൻ കേബിൾ ഓപ്പറേറ്റർമാരെ സജ്ജരാക്കുക എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലും ഭാവി പ്രവർത്തന രൂപരേഖയിന്മേലുമുള്ള പൊതുചർച്ച ആരംഭിച്ചു. നാളെ വൈകിട്ട് സമ്മേളന നടപടികൾ പൂർത്തിയാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുട്ടികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുന്നതിനായി നടത്തിയ സ്നേഹപൂർവ്വം മുഖ്യമന്ത്രിക്ക് കത്തെഴുത്തു മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം കോഴിക്കോട് നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മികച്ച കത്തെഴുതിയ കുട്ടികൾക്ക് പുരസ്കാരം നൽകി. ഭാവി കേരളത്തിന്റെ വഴികാട്ടിയാണ് കുട്ടികളയച്ച കത്തുകളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരിസ്ഥിതിയും ജലാശയങ്ങളും സംരക്ഷിച്ച് നവകേരളം സൃഷ്ടിക്കുന്നതിന് വരും തലമുറയെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ അധ്യയന വർഷം ആരംഭത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കത്തയച്ചത്. ഇതിന് 10,000-കണക്കിന് കുട്ടികൾ നിരവധി നിർദ്ദേശങ്ങളടങ്ങിയ മറുപടിയും മുഖ്യമന്ത്രിക്ക് അയച്ചു. ഇതിൽ നിന്ന് തെരഞ്ഞെടുത്ത മികച്ച കത്തുകൾ എഴുതിയവർക്കാണ്
കോഴിക്കോട് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പുരസ്കാരം വിതരണം ചെയ്തത്. ഹരിത കേരള മിഷന് കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു ആശയത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭാവി കേരളത്തിന്റെ വഴികാട്ടിയാണ് കുട്ടികളുടെ കത്തുകൾ. വലിയ ആശയങ്ങൾ സൂക്ഷിക്കുന്നവരാണ് കുഞ്ഞുങ്ങളെന്ന് കത്തിലൂടെ വ്യക്തമായി. കുഞ്ഞുങ്ങൾ എഴുതിയ ഈ കത്തുകൾ ഒരു സംശയമില്ല ഭാവി കേരളത്തിൻ്റെ വഴികാട്ടിയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് കുട്ടികൾ നാളത്തെ പൗരന്മാരാണ്, ഇന്നിൻ്റെ തന്നെ പൗരന്മാരാണ് അവർ എന്ന നിലക്കുള്ള ഒരു തിരുത്തൽ ആവശ്യമാണ് എന്നാണ് തോന്നുന്നത്. ഇവരുടെ കത്തുകൾ നാടിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള ബ്ലൂ പ്രിന്റുകളാണ്. ഇനിയും ഏത് വിഷയത്തിലുള്ള നിർദ്ദേശങ്ങളും എഴുതിയറിയിക്കാൻ അറച്ചു നിൽക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി കുട്ടികളെ ഓർമ്മിപ്പിച്ചു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ആദ്യ 3 സ്ഥാനക്കാർക്കുള്ള പുരസ്കാരങ്ങളും സർട്ടിഫിക്കറ്റും മുഖ്യമന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സ്നേഹപൂർവ്വം മുഖ്യമന്ത്രിക്ക് എന്ന കത്തെഴുത്തു മത്സരം സംഘടിപ്പിച്ചത്. നടക്കാവ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ A. പ്രദീപ് കുമാർ MLA അധ്യക്ഷത വഹിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി, PRD ഡയറക്ടർ TV സുഭാഷ്, ജില്ലാ കളക്ടർ UV ജോസ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.